ഹലോ ഗായ്സ്, വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ്. ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ? ചക്കപ്പുരാന്നുള്ള എനിക്കുണ്ടല്ലോ, എല്ലാ തവണയും ചക്ക കിട്ടാറില്ല. ആ സമയത്ത് ഞാൻ കടച്ചക്ക വെച്ചിട്ടാണ് ആ ഒരു കുറവ് പരിഹരിക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ? കടച്ചക്ക വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തോരൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കിത്തിരി മീൻ കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചക്ക കഴിക്കുന്ന ആ ഒരു സുഖത്തിൽ തന്നെ കഴിക്കാൻ പറ്റും. ഇതിനായിട്ട് നമ്മളുണ്ടല്ലോ അത്യാവശ്യം നല്ല വിളഞ്ഞ കടച്ചക്ക തന്നെ എടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മളത് കയ്യിൽ ഇത്തിരി എണ്ണയൊക്കെ തൂത്ത് കറ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലി കളയണം. തൊലി ചെത്തി കളഞ്ഞിട്ട് നമ്മളതിൻ്റെ നടുക്ക് ഭാഗം ഒരു കൂഞ്ഞിന് പോലത്തെ ഒരു സാധനമുണ്ട്, അതും കളഞ്ഞ് പിന്നെ അത് ചെറിയ സ്ലൈസായിട്ട് നമ്മളിപ്പോൾ ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന പോലെ കട്ട് ചെയ്യണം. എന്നിട്ടത് കഴുകി വൃത്തിയാക്കി വെച്ച് അതിനകത്ത് 2 സവോളയും കൂടെ നമ്മൾ അരിഞ്ഞിടും. കൂടെ 3-4 പച്ചമുളകോ, ഇപ്പം ഞാൻ ഇതിൻ്റെ ഇട്ടിരിക്കുന്നത് ഉണ്ടമുളകാണ്. ഇത്ര സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കണം. പിന്നെ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ നോർമലി കടുക് വറുക്കുന്ന പോലെ കടുകൊക്കെ വറുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് ഇളക്കി നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഈ നല്ല മൂത്ത കടച്ചക്കയാണെങ്കിലുണ്ടല്ലോ ഒരു 5 മിനിറ്റിൽ ഈ സാധനം നന്നായിട്ട് വേകും. ഈ സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ഇടണം. ഈ സമയം നമുക്കുണ്ടല്ലോ അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ റെഡിയാക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിൽ ആവശ്യത്തിനുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ അതിൻ്റെ അകത്ത് നേരത്തെ ചേർത്തുകൊണ്ട് അത് വേണ്ട, പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കണം. ഈ അരപ്പുണ്ടല്ലോ നമ്മൾ വെന്ത കടച്ചക്കയുടെ നടുക്കായിട്ട് ഇങ്ങനെ നമ്മളൊരു കുഴി കുത്തി അതിൻ്റെ അകത്ത് കയറ്റി വെച്ച് അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും കടച്ചക്കയൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കുമ്പോഴല്ലോ അരപ്പൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടിരിക്കും. ഈ സമയത്ത് നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചോറിൻ്റെ കൂടെ ആണെങ്കിലുണ്ടല്ലോ ഇതും നല്ല പുളിശ്ശേരിയും മാങ്ങാച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ കടച്ചക്ക കൊണ്ട് ഒരു മസാലക്കറിയാണ് പൊതുവേ ഉണ്ടാക്കുന്നത്. ഇതെനിക്ക് ഉണ്ടാക്കി തന്നത് ഞങ്ങളവിടെ താമസിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു നെയ്ബർ ചേച്ചിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.